ഡയഗ്നോസിസ് പ്രധാനമായിട്ടും ലക്ഷണങ്ങളോട് തന്നെയാണ്. ബ്ലഡ് ടെസ്റ്റുകൾക്കൊപ്പം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളും കൂടെ എടുക്കുന്നത് നല്ലതാണ്. വൈറൽ അസുഖമായതുകൊണ്ട് തന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ പരിമിതമാണ്. ഓരോ ലക്ഷണങ്ങൾക്കനുസരിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ അസുഖം വന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുന്ന ഏക ചികിത്സ. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ടോണിക്കുകളൊക്കെ നായ്ക്കൾക്ക് പ്രതിരോധം കൂട്ടാൻ വേണ്ടി കൊടുക്കാറുണ്ട്. കരളിനെ ബാധിക്കുന്നതുകൊണ്ട് ചില ലിവർ സപ്ലിമെന്റ്സും കുറച്ചധികം കാലത്തേക്ക് നായകൾക്ക് കൊടുക്കാറുണ്ട്. മറ്റേതൊരു അസുഖത്തെ പോലെ തന്നെ ഈ അസുഖവും പ്രതിരോധിക്കുന്നതാണ് ചികിത്സിച്ച് രോഗം മാറ്റുന്നതിനെക്കാട്ടും എളുപ്പം. കെനൈൻ അഡിനോവൈറസ് ടൈപ്പ് 1 ആണ് ഈ അസുഖം ഉണ്ടാക്കുന്നതെങ്കിലും സാധാരണയായിട്ട് കെനൈൻ അഡിനോവൈറസ് ടൈപ്പ് 2 വാക്സിനാണ് നമ്മൾ കൊടുക്കാറ്. ഇതിനുള്ള കാരണം കെനൈൻ അഡിനോവൈറസ് ടൈപ്പ് 1 അല്ലെങ്കിൽ CAV1 കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ ഐ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ CAV2 കൊടുക്കുന്നത്. ഈ രണ്ട് ടൈപ്പുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് റിയാക്ഷൻ ഉള്ളത്. അതായത് ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ മറ്റേ അസുഖവും വരാതിരിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഏതോ ഒരു മാധ്യമം കൊടുത്തിട്ടുള്ള ഒരു ന്യൂസിൽ വാൻഗാർഡ് വാക്സിൻ മാത്രമാണ് ഇതിനെതിരെ പ്രതിരോധം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. വാൻഗാർഡ് നല്ലൊരു വാക്സിൻ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ സ്ഥലത്ത് ആ ഒരു വാക്സിൻ അവൈലബിൾ അല്ല എങ്കിൽ കെനൈൻ അഡിനോവൈറസ് ടൈപ്പ് 2 ഉള്ള ഏതൊരു മൾട്ടി കമ്പണന്റ് വാക്സിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 വർഷത്തേക്കാണ് നിലവിൽ ഈ അസുഖങ്ങൾക്കെതിരെ ഈ വാക്സിനുകൾക്ക് പ്രതിരോധം ഉണ്ടാവുക.